നമസ്കാരം. ദുബായ് ബസ് യാത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ RTA പൊതുഗതാഗത വാഹനങ്ങളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ബസ്സുകളിലെ വാതിലുകൾക്ക് സമീപം അടയാളപ്പെടുത്തിയിട്ടുള്ള ചുവന്ന വരയിൽ നിൽക്കുന്നതിനെതിരെയാണ് യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം. ബസ്സുകളിൽ കയറാനും ഇറങ്ങാനും തടസ്സമില്ലാത്ത സൗകര്യം ഒരുക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ചുവന്ന വരയിലെ നിരോധനം. ബസ് പെട്ടെന്ന് നീങ്ങുകയോ നിർത്തുകയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് യാത്രക്കാർക്ക് സുഗമമായി ബസ്സിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനും ഇത് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ ഈ നിയമലംഘനത്തിന് 100 ദിർഹമാണ് പിഴയായി ചുമത്തുക. ഇത് പൊതുഗതാഗത രംഗത്തെ സാധാരണ നിയമലംഘനങ്ങളിൽ ഒന്നാണ്. പൊതുവെ ദുബായിലെ പൊതുഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാർക്ക് 100 ദിർഹം മുതൽ 2000 ദിർഹം വരെയാണ് പിഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതിനു പുറമെ മറ്റു ചില നിയമലംഘനങ്ങളെ കൂടി RTA പറഞ്ഞു വെക്കുന്നുണ്ട്. ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക, പുകവലിക്കുക, എമർജൻസി എക്സിറ്റുകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ ഗുരുതര നിയമലംഘനങ്ങൾക്ക് വലിയ തുക പിഴയായി നൽകേണ്ടി വരും. കാര്യക്ഷമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ യാത്രക്കാരും ഈ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം. അതായത് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ പോവുകയാണ് ഭരണകൂടം. വ്യാജ നോഡൽ കാർഡ് ഉപയോഗിച്ചാൽ 500 ദിർഹമാണ് പിഴ. ഇനി പറയുന്ന നിയമലംഘനങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. പൊതുഗതാഗതങ്ങൾക്കുള്ളിലോ സൗകര്യങ്ങൾക്കുള്ളിലോ സാധനങ്ങൾ വിൽക്കുകയോ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക, ഇൻസ്പെക്ടർമാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുക, നിർദ്ദേശങ്ങൾക്കോ സെൻസർ ബോർഡുകൾക്കോ വിരുദ്ധമായി ഗതാഗതം ഉപയോഗിക്കുക എന്നിവയൊക്കെ ചെയ്താൽ 200 ദിർഹം പിഴയായി നിങ്ങൾ നൽകേണ്ടി വരും. നിർദ്ദിഷ്ട വിഭാഗങ്ങൾക്കായി നിയുക്തമാക്കിയിരിക്കുന്ന പ്രദേശങ്ങളിലോ നിയന്ത്രിത പ്രദേശങ്ങളിലോ പ്രവേശിച്ചാൽ 100 ദിർഹം പിഴ നൽകണം. പൊതുഗതാഗത മേഖലകളിൽ അനുവദനീയമല്ലാത്ത കാലയളവിനപ്പുറം പാർക്ക് ചെയ്താൽ പ്രതിദിനം 100 ദിർഹം മുതൽ പരമാവധി 1000 ദിർഹം വരെ പിഴയായി നൽകേണ്ടി വരും. പെരുമാറ്റ ലംഘനങ്ങളും പിഴയും തീരുമാനിച്ചിട്ടുണ്ട്. ഉപകരണങ്ങൾ കേടുപാടുകൾ വരുത്തുക, നശിപ്പിക്കൽ എന്നിവയ്ക്ക് 2000 ദിർഹമാണ് പിഴയായി ഈടാക്കുക. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൽ, ലിഫ്റ്റുകളോ എസ്കലേറ്ററുകളോ ദുരുപയോഗം ചെയ്യൽ, യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ളതല്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക, സീറ്റുകളിൽ കാൽവെക്കുക എന്നിവ ചെയ്താൽ 100 ദിർഹമാണ് പിഴ. ഇനി ആരോഗ്യ സംബന്ധമായ നിയമലംഘനങ്ങളെ കുറിച്ചാണ്. തുപ്പുക, മാലിന്യം തള്ളൽ അല്ലെങ്കിൽ ശുചിത്വം പാലിക്കാതിരിക്കുക, ബസ്സിനുള്ളിൽ പുകവലിക്കുക എന്നിവയ്ക്ക് 200 ദിർഹം പിഴയായി നൽകേണ്ടി വരും. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പാനീയം കുടിക്കുകയോ ചെയ്താൽ 100 ദിർഹമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി സുരക്ഷാ ലംഘനങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ആയുധങ്ങൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ ബസ്സിൽ കൊണ്ടുപോയാൽ 1000 ദിർഹം പിഴയായി നൽകേണ്ടി വരും. ലഹരി പാനീയങ്ങൾ കൊണ്ടുപോയാൽ 500 ദിർഹമാണ് പിഴ. ബസ്സിനുള്ളിൽ ചാടിക്കയറുക, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാതിലുകൾ തുറക്കുകയോ നിർത്തുകയോ ചെയ്യുക, ഗൈഡ് നായ്ക്കളെ ഒഴികെയുള്ള മൃഗങ്ങളെ കൊണ്ടുവരിക, മറ്റുള്ളവരെ അപകടത്തിലാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയ്ക്ക് 100 ദിർഹം പിഴയായി ഈടാക്കും. എമർജൻസി എക്സിറ്റുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്താൽ 2000 ദിർഹമാണ് പിഴ. പാസഞ്ചർ ഷെൽട്ടറുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉറങ്ങിയാൽ 300 ദിർഹം പിഴയായി നൽകേണ്ടി വരും. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ 200 ദിർഹം പിഴ നൽകണം. ദുബായിലെ പൊതുഗതാഗത ശൃംഖല യാത്രക്കാർക്ക് സുരക്ഷിതത്വവും സൗകര്യവും നൽകുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നതാണ്. നമ്മുടെ സുരക്ഷയാണ് ഓരോ നിയമത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചുവന്ന വരയിൽ നിന്ന് മാറി നിൽക്കുക, മറ്റു നിയമങ്ങൾ പാലിക്കുക. ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും അപകടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, അല്ലാതെ അവ ലംഘിക്കാനുള്ളതല്ല.